എല്ലാ പത്രങ്ങളിലെ ആദ്യത്തെ വാർത്ത ഫെങ്കൽ ചുഴലിക്കാറ്റാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇതിനെ ഫെയിഞ്ചൽ എന്നൊക്കെ വിളിച്ചു. അത് ഈ പത്രമാധ്യമങ്ങൾ തന്നെ അടിച്ചേൽപ്പിച്ചതാണ്. എന്താണ് അതെന്ന് പറഞ്ഞത്? അല്ല, പത്രങ്ങളിൽ പല നമ്മള് ഗൂഗിളിനകത്ത് നോക്കുമ്പോൾ വേറൊരിതും പത്രങ്ങളിൽ ഇങ്ങനെയാണ്. ഇപ്പൊ പല സൈഡിനകത്ത് പല ഇതാണ് പറയുന്നത്. തീർച്ചയായിട്ടും. അതായത് ഫെയിഞ്ചൽ എന്നാണ് പത്രമാധ്യമങ്ങൾ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. അതേ പത്രമാധ്യമങ്ങൾ ഇന്ന് ഫെങ്കൽ എന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷെ ജനയുഗം ഇപ്പോഴും ഫെയിഞ്ചൽ തന്നെയാണ്. കണ്ടോ, ജനയുഗം ഇപ്പോഴും ഫെയിഞ്ചൽ എന്നാ പറയുന്നത്. മംഗളം പറയുന്നത് ഫെങ്കൽ. ഞങ്ങളുടെ ഒരു എംപ്ലോയി പറഞ്ഞായിരുന്നു ഫെങ്കലാണ് ഫെങ്കലാണ് ഫെങ്കലാണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അല്ല. ജോസ്വിൻ പറഞ്ഞായിരുന്നു ഫെങ്കലാണ് ഫെയിഞ്ചൽ അല്ല എന്ന്. പക്ഷേ ജനയുഗം പോലുള്ള പത്രങ്ങളെ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ ഫെയിഞ്ചൽ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ദേ ഇപ്പം മംഗളം കൊടുത്തിരിക്കുന്നു ഫെങ്കൽ എന്ന്. ഇതിലേത് വിശ്വസിക്കുന്ന അറിയില്ല. എന്തായാലും ഫെങ്കൽ ഒരു വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തമിഴ്നാട്ടിലാണ് കൂടുതൽ. നമ്മുടെ ഇവിടെ തന്നെ ഇത്രയും മഴ പെയ്യുവാണെങ്കിൽ തമിഴ്നാട്ടിൽ ഈ ഫെങ്കൽ ബാധിക്കുന്ന ഇടങ്ങളിലെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. 9 മരണമാണ് ഉണ്ടായിരിക്കുന്നത്. 9 മരണം. എത്രയോ നാശനഷ്ടങ്ങൾ. കേരളത്തിൽ ഇന്നലെ തൊട്ട് ഭയങ്കര മഴയാ, അങ്ങോളം ഇങ്ങോളം. എറണാകുളത്ത്, കോട്ടയത്ത്, തിരുവനന്തപുരത്ത്, എവിടെ ഇല്ലാത്തത്? കോട്ടയത്ത് യെല്ലോ അലർട്ട് ആയിട്ട് പോലും നിർത്താതെ മഴ പെയ്യായിരുന്നു. യെല്ലോ അലർട്ട് അല്ല, അത് ഓറഞ്ച് അലർട്ട് ആയിരുന്നു വേണ്ടിയിരുന്നത്. യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ട് കോട്ടയത്തെ ഒരുമാതിരി പറ്റിക്കണ ഇതിനാണ് സംഭവിച്ചത്. കാരണം യെല്ലോ അലർട്ടിന് ഇത്രയും മഴയാണെങ്കിൽ ഓറഞ്ച് അലർട്ടിന് എന്തായിരിക്കും? അപ്പോൾ ഒരു മനുഷ്യനോട് ജീവിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇന്നലെ കാലാവസ്ഥാ പ്രവചന കേന്ദ്രത്തെ പോലും പറ്റിച്ചുകൊണ്ടാണ് മഴ ആർത്തൊലിച്ച് പെയ്തതെന്ന് പറയാം. രാവിലെ മുതൽ തുടങ്ങിയ മഴ വൈകുന്നേരം വരെ തീരുന്നില്ല. കോട്ടയത്ത് ഒരു രക്ഷയില്ലായിരുന്നു. നമ്മൾ കോട്ടയത്തായതുകൊണ്ടാണ് നമുക്ക് ആ കോട്ടയത്തിൻ്റെ ഒരു അപ്ഡേറ്റ് പറയാൻ പറ്റുന്നത്. മറ്റു ജില്ലകളിലെ കാര്യം നിങ്ങൾ തന്നെ പറയണം. വയനാട്, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ് അല്ലേ? അതുപോലെ തന്നെ ഇന്നത്തെ ദിവസവും ഇനി വരാൻ പോകുന്ന 2-3 ദിവസങ്ങളും വളരെ വളരെ നിർണായകമാണ്. അപ്പോൾ ഫെങ്കലിന് പിന്നാലെ പെരുമഴ. കേരളത്തിൽ 4 ജില്ലകളിൽ റെഡ് അലർട്ട്. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ദുരിതം. മരണം 9 കഴിഞ്ഞു. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും വ്യാപക നാശം വിതച്ച് ഫെങ്കൽ ചുഴലിക്കാറ്റ്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഫെങ്കൽ ചെന്നൈ നഗരത്തിലും പുതുച്ചേരിയിലും പ്രളയസമാന സാഹചര്യം സൃഷ്ടിച്ചു. 2 ഇടങ്ങളിലുമായി 9 പേർ മരിച്ചു. അയൽരാജ്യമായ ശ്രീലങ്കയിലും സ്ഥിതി വ്യത്യസ്തമല്ല. ഇവിടെ 16 മരണസംഖ്യ. ശ്രീലങ്കയിൽ 16 പേര് മരിച്ചു. പുതുച്ചേരിയിലും തമിഴ്നാട്ടിലും കൂടി 9 പേര് മരിച്ചു. കേരളത്തിൽ അതിൻ്റെ പ്രഭാവം മഴയുടെ രൂപത്തിലും കാറ്റിൻ്റെ രൂപത്തിലും മിന്നലിൻ്റെ രൂപത്തിലൊക്കെയാണ് വരുന്നത്. സോ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ജാഗരൂകരായിരിക്കുക, ശ്രദ്ധിക്കുക. കാലാവസ്ഥാ പ്രവചന കേന്ദ്രത്തിന് പോലും പാളിപ്പോകുന്ന സ്ഥിതിവിശേഷമാണ്. അതുകൊണ്ട് നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണോ സ്ഥിതി അതിനെ വിശ്വസിച്ച് അതിൻ്റേതായ മുൻകരുതലുകൾ എടുത്ത് മുന്നോട്ട് പോകുക. അതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. മഴക്കാലമാണ്, പ്രളയസമാന സാഹചര്യം എന്നാണ് പറയുന്നത്. അതിപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലും പല ജില്ലകളിലും അതേ സാഹചര്യമാണ്. മരി എറണാകുളത്തൊക്കെ അടുപ്പിച്ചൊരു 10-20 മിനിറ്റ് മഴ പെയ്താൽ മതി വെള്ളം പൊങ്ങാൻ. ആ ലുലുമാളിൻ്റെ ഒക്കെ അവിടെ കംപ്ലീറ്റ്ലി വെള്ളം പൊങ്ങിയ ആളുകളൊക്കെ ഇപ്പോൾ ഈ മംഗളം പത്രത്തിൽ കൊടുത്തിരിക്കുന്ന പോലത്തെ ഒരു പിക്ചർ അവിടെ ഉണ്ടാവും. ഇതിപ്പോൾ കനത്ത മഴയെ തുടർന്ന് ചെന്നൈ എഗ്മോറിലെ റോഡുകൾ വെള്ളത്തിനടിയിലായപ്പോഴുള്ള പിക്ചറാണ്. ചെന്നൈ വീണ്ടും ഒരു വെള്ളക്കെടുതിയിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കേരളത്തിലും അതിൻ്റെ പ്രഭാവം ഉള്ളതുകൊണ്ട് നമ്മളും സെയിം ലൈക്ക് അനുഭവിക്കുകയാണ്.